സ്തോത്രം ചെയ്യാം. ക്ഷണിച്ചു പോയില്ലല്ലോ. ശക്തിയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. കർത്താവദാസ് ശക്തമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് ദൈവത്തിന്റെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾക്കായി സ്തോത്രം. നിങ്ങൾ അറിഞ്ഞതുപോലെ, ഞാൻ പകൽ ഓർപ്പിച്ചതുപോലെ, കർത്താവദാസൻ ഇന്ന് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സന്തോഷമാണ്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങളുടെ കാര്യങ്ങളിൽ കർത്താവദാസൻ ഞങ്ങൾക്കൊന്ന് പിടിക്കാൻ ഒരുമിച്ച് പ്രിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയായ രാത്രിയിൽ അവൻ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിക്കായി ദൈവം ഒരുക്കേണ്ടതിന്, ഉപയോഗിക്കേണ്ടതിന്, ദൈവിക അനുഗ്രഹങ്ങൾ അഭിഷേകത്തിന്റെ മേൽ കർത്താവ് പകരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, അവിടുത്തെ തിരുനാമത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അഭിഷേകത്തിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു പുതിയ വർഷം കൂടെ കർത്താവ് തന്റെ ദാസന്റെ ആയുസ്സിൽ കർത്താവ് നീട്ടിക്കൊടുത്തത് ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങ് കൊടുക്കുന്ന ബലത്തിനായി സ്തോത്രം, അങ്ങ് കൊടുക്കുന്ന വചനത്തിനായി സ്തോത്രം, അങ്ങ് കൊടുക്കുന്ന ശക്തിക്കായി സ്തോത്രം, അവിടുത്തെ അഭിഷേകത്തിനായി സ്തോത്രം, അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായി ഇനിയും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ അഭിഷേകത്തിനെ കർത്താവ് ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ സഭയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിറഞ്ഞ മനസ്സോടെ ഇന്ന് രാത്രി ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷേകത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് അവിടുന്ന് സംസാരിക്കണമേ, അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. ദൈവകരങ്ങളിലേക്ക് എത്തിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവദാസൻ മുന്നോട്ട് വന്ന് ദൈവത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽക്കൂടെ ശക്തിയോടെ വളരെ അംഗീതമായി രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവദാസനും നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ സ്തുതിനാമത്തിൽ സ്നേഹബോധം നൽകുന്നു. വളരെ അംഗീതമായി രാത്രിയിൽ നിങ്ങളോടുമായി പലരും സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാം സ്നേഹത്തിന്, സന്തോഷത്തിന്, പ്രാർത്ഥനയ്ക്ക് ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുന്നുണ്ട്. ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. 305 വൻകരയിലുണ്ട്. പെന്തക്കോസ്ത് സമൂഹം. ഞാനെപ്പോഴും പറയാറുണ്ട്, എൻ്റെ വീട്ടിലൂടെ, എൻ്റെ ശരീരത്തിലൂടെ വ്യാപരിക്കുന്ന IPC രക്തമൊന്നുമല്ല, കർത്താവ് കാൽവറി ശുദ്ധീകരിച്ച രക്തമാണ്. ലോകത്തിലെങ്ങുമുള്ള ദൈവമക്കൾ അവരുടെ ആളായി എന്നെ കാണും. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ബർത്ത്ഡേ സമയത്ത് ബഹ്റിനിലായിരുന്നു. ഇതുപോലെ കൺവെൻഷൻ നടക്കുക. ഞാൻ ആരോടും പറഞ്ഞില്ല, പക്ഷേ എങ്ങനെയോ ലീക്ക് ഔട്ടായി. ഭയങ്കര പരിപാടിയായിരുന്നു. എനിക്ക് 50 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇസ്രായേലിലായിരുന്നു. ഇപ്പം പിന്നെ ഇത്ര വയസ്സ് തികഞ്ഞെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും നിങ്ങൾ ചിന്തിക്കുന്ന അത്രയൊന്നും പറയാൻ എനിക്കില്ല. കർത്താവ് എന്നെ നടത്തുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തർക്ക് നന്ദി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി, സ്നേഹത്തിന് നന്ദി. ഞാൻ സാധാരണ നമ്മുടെ സഭ എന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ കൺവെൻഷന് ക്ഷണിച്ചതാണ്. അന്നേരം എനിക്ക് വരാൻ കഴിയില്ല. അടുത്ത കമ്മിറ്റി കൂടി വാസപ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചു. ഇപ്പോൾ കേരളത്തിലായാലും ഒരു ദിവസം ഒരു മീറ്റിങ്ങിനെ ഞാൻ പ്രസംഗിക്കുകയുള്ളൂ. ഒന്നീ പകല് ഒരു കല്യാണമോ മീറ്റിങ്ങോ, അല്ലെ രാത്രി 2 മീറ്റിംഗ്. അത്ര ശരീരക്ഷീണങ്ങളുണ്ട്. പകലും രാവും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കൺവെൻഷൻ വിളിച്ചപ്പോൾ വരാനൊത്തില്ല. 9 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ജോയ് മാത്യു എന്നെ ഞാൻ ഇവിടെ വരാമെന്ന് സമ്മതിക്കുന്നു. ആരും വിളിക്കാനിട്ടൊന്നുമല്ല, എനിക്ക് നേരമില്ല. ദൈവം എനിക്ക് തന്നൊരു ദർശനവും കാഴ്ചപ്പാടും. ഒരു മീറ്റിങ്ങിന് ആരെങ്കിലും വിളിച്ചാൽ, അത് വലുതായാലും ചെറുതായാലും, അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാനങ്ങ് പോയില്ല. അതിപ്പോൾ അമേരിക്ക ആയാലും കേരളത്തിൽ അടുപ്പിച്ച് മീറ്റിംഗ് കൊടുത്താൽ പിന്നെ പോയില്ല. ഇത് കഴിഞ്ഞ വർഷമേ വിളിച്ചുകൊണ്ട് ഈ ദിവസം കൊടുത്തില്ല. ആ ശീലമുള്ളത് കൊണ്ടാണ് 9 വർഷമൊക്കെ ഇവിടെ വരാതിരിക്കുന്നത്. ചിന്തിച്ച് നോക്കി, വരാൻ കഴിയില്ല. 9 വർഷത്തിന് ശേഷം നമ്മുടെ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ സൗമ്യത, ശാന്തത, സെക്രട്ടറിയുടെ കമ്മിറ്റിയിൽ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അതിനുശേഷമാണ് UPF-ൻ്റെ മീറ്റിങ്ങിനായി എന്നെ ക്ഷണിക്കുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു. ചോദിച്ചു പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ കൊള്ളാൻ പറഞ്ഞു.
അവർ വിളിച്ചത്. അവിടെ വന്നിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. നിരന്തര യാത്രകളിലാണ്, സൂക്ഷിയിലാണെന്ന്. ഈ സ്റ്റേജിൽ കയറി മൈക്ക് പിടിച്ച് ഒരു 5 മിനിറ്റ് വരെ സ്ട്രഗ്ലിംഗ് ആയിരിക്കും. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഗിയറങ്ങ് മാറും. അത് ദൈവമക്കളുടെ പ്രാർത്ഥനയും ദിവസാന്ത്യമാണ്. വളരെ പ്രാർത്ഥിക്കണം. രാപകലുള്ള സൂക്ഷയിൽ വളരെ ക്ഷീണം എനിക്കുണ്ട്. എങ്കിലും നമ്മെ ശക്തനാക്കുന്നവർ മുഖാന്തരം സകലത്തിനും അറിയാം. എന്നെ കർത്താവ് തൻ്റെ മഹത്വമുള്ള വേലയ്ക്കായി വിളിച്ചു. 17-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. ഈ ദിവസം വരെയും ദൈവനെ നിർത്തി. എവിടെ ലോകത്ത് മലയാളികളുണ്ടോ ആ രാജ്യങ്ങളെല്ലാം ദൈവനെ കൊണ്ടുപോയി. ഇന്ന് ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ബ്രദറൻ അസംബ്ലിയിൽ ഒത്തിരി സഹോദരങ്ങൾ ഓടി വന്ന് കൈ തന്നു, വചനം കൈ തന്നുണ്ട്. മാസ്റ്റർ കണ്ടു. കഴിഞ്ഞ ദിവസം TPM-ൽ അവരുടെ വലിയ മീറ്റിംഗ് നടക്കുന്ന വരുമ്പോൾ ഒത്തിരി പേര് കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ അവർക്കെല്ലാം ഈ വചനം അനുഗ്രഹമാകുന്നുണ്ട്. ദൈവത്തിൻ്റെ നീതിയാണ്, വിശ്വസ്തതയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു പ്രാർത്ഥനകളായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അറിയിപ്പാൻ ഏൽപ്പിച്ച് ദൂരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാം നന്ദി. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ഇനിയും എത്ര നാൾ ഈ ഭൂമിയിലുണ്ടോ അത്ര നാളും ഈ ശ്വാസം നിലയ്ക്കും വരെ കർത്താവിൻ്റെ ശബ്ദമായി മാറുവാൻ ദൈവകൃപ തരുവാൻ പ്രാർത്ഥിക്കുക. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 27-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം വായിക്കുന്നു. ഞാൻ സകലജലത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? 1:27. കണ്ണുകളടയ്ക്കാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സംഗീതാവിയില്ലാത്തുള്ള നിശ്ചയത്തിലേക്ക് നന്ദി. ആയുസ്സിൽ ഒരു ദിനം കൂടെ അല്ല, ഒരു വർഷം കൂടെ അടിയനെ നീട്ടി നൽകിയതോർത്ത് സ്തോത്രം. ഈ രാത്രി അങ്ങേ സ്നേഹിക്കുന്ന ദൈവമക്കളോടൊപ്പം വായിക്കുവാൻ അടിയന് അവസരം. ദീർഘനാള് വിവിധ രാജ്യങ്ങളിൽ ഓരോ പുതു വർഷത്തിൽ വായിക്കുവാൻ ദൈവം അവസരം തരുന്നല്ലോ. ഇന്ന് ഇവരുടെ മധ്യത്തിലായിരിക്കാൻ നമ്മുടെ സ്നേഹം അനുഭവപ്പെടണം. രാത്രി പരിശുദ്ധമാവും സംസാരിക്കണേ. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണേ. അവിടെ ഞങ്ങളെ ഒന്നിച്ചനുഗ്രഹിക്കണമേ. പ്രാർത്ഥന നന്ദിയും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവരും കൈകളൊന്ന് അടിച്ച് ശക്തിയോടെ ദൈവത്തിൽ സ്തോത്രം. ഞാൻ സകലജനത്തിൻ്റെ ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യം ദൈവത്തിനൊരു കാര്യം അസാധ്യമാണ്. ഇവിടെ വന്ന് ഇരിക്കുമ്പോഴാണ് എന്തെന്ന് പ്രസംഗിക്കണമെന്ന് പരിശുദ്ധാത്മ പറയും. പല ദൂതുകൾ ഒരുക്കി വരും. പക്ഷെ പരിശുദ്ധാത്മ ഇവിടെ നല്ല ഏത് വേദിയിൽ അത് പരിശുദ്ധാത്മാവ് ഇവിടെ പറയാൻ വേണ്ടി ഉള്ളതാണോ എന്ന് കൺഫർമേഷൻ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടും. ഒന്നിവിടെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഈ പ്രസംഗത്തിൻ്റെ വാചകം പറഞ്ഞിരിക്കും. പ്രാർത്ഥിച്ച സഹോദരി നിങ്ങൾ കേട്ടോന്ന് അറിയില്ല, 2 വട്ടം പറഞ്ഞു ദൈവത്തിനൊരു കാര്യം സാധ്യമല്ല. ഞാൻ സകല ഇടത്തിൻ്റെയും ദൈവമായ യഹോവ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? രാത്രി ഹോളിൽ വന്ന ദൈവമക്കളെ, നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയുമോ എന്ന് ഒന്നിനെ കുറിച്ചും ചോദിക്കരുത്. ദൈവത്തിന് ഹിതമാണോ എന്ന് ചോദിക്കുക. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ 1000 പ്രാവശ്യം ദുഷ്ടപിശാച് അസാധ്യം 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 എന്നെഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു വട്ടം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീ എഴുത്, എൻ്റെ ദൈവത്താൽ സാധ്യമാണ്. എല്ലാവരും കരപിടിച്ച ശക്തിയോടെ അന്യഭാഷയിൽ ദുഷ്ടപിശാച് അസാധ്യമെന്ന് പറയുമ്പോൾ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നടക്കത്തിലുള്ള പിശാച് പറയുമ്പോൾ, സംഭവിക്കുന്ന പിശാച് പറയുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ പറ, എന്റെ ദൈവത്താൽ സാധ്യമാണ്, എന്റെ ദൈവത്താൽ സാധ്യമാണ്. അതിപ്രശസ്തരായ 2 വ്യക്തികൾ 2 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ. അതിപ്രയാസമേറിയ 2 കാര്യങ്ങൾ വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിന് ദൈവം കൊടുത്ത ഒറ്റേ ഒരു ഉത്തരമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. BC 629 ജീവിച്ചിരുന്ന യിരെമ്യാവും ഏതാണ്ട് AD 10 ജീവിച്ചിരുന്ന മറിയും, യേശുവിൻ്റെ അമ്മ മറിയും, പ്രയാസമേറിയ വിഷയങ്ങളിൽ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം തമ്പുരാൻ കൊടുത്ത ഒരേ ഒരു മറുപടി, ഞാൻ സകല ജനത്തിൻ്റെയും ദൈവമായ യഹോവ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ?
ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഈ രാത്രിയിൽ കോളിൽ വന്ന ദൈവം ഇതിലെ നമ്മുടെ ദൈവത്തിന് BC-BD പ്രശ്നമല്ല. നമ്മുടെ ദൈവത്തിന്റെ പൗർണമാസിയും അമാവാസിയും പ്രശ്നമല്ല. കാലഘട്ടങ്ങൾ മാറിയാലും മാറാത്തൊരു ദൈവമാണ് നീ സേവിക്കുന്ന ദൈവം. യഥാവാനായ ഒരു ദൈവമാണ് നീ സേവിക്കുന്ന ദൈവം. ചേർപ്പെടുന്നൊരു വാക്യമുണ്ട്, ഞാൻ പ്രവർത്തിക്കും ആര് തടയും, ഇന്നും ഞാൻ അനന്യൻ തന്നെ. എത്രവർക്ക് വിശ്വാസമുണ്ട്? ഇന്നും ഞാൻ അനന്യൻ തന്നെ. എബ്രഹാമിന്റെ കാലത്ത് പ്രവർത്തിച്ച ദൈവം, ഉണ്ണോണി സാറിന്റെ കാലത്ത് പ്രവർത്തിച്ച ദൈവം, കുക്കു സാഹിബിന്റെ കാലത്ത് പ്രവർത്തിച്ച ദൈവം ഈ രാത്രിയിലും അനന്യനായി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്നും ഞാൻ അനന്യൻ തന്നെ. ഞാൻ പ്രവർത്തിക്കും, ആർ തടയും? ദൈവം പ്രവർത്തിപ്പാൻ ആരംഭിച്ച ആർക്കും അത് തടയുവാൻ കഴിയില്ല. ഞാൻ പ്രവർത്തിക്കാൻ നിൽക്കുമ്പോൾ ആർക്കത് മാറ്റിമറിക്കാൻ കഴിയും? മാറ്റി സൈഡിലേക്ക് കൊണ്ടുപോകാൻ കഴിയും? ഒരുത്തനും കഴിയില്ല. തലമടിച്ചോട് വാങ്ങുന്നവരാ, എന്റെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേറ്റാൽ, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഒരുത്തരും മാറ്റിമറിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നിങ്ങൾക്കറിയാമായിരിക്കാം, യിരെമ്യാപുരം 32-ാം അധ്യായം 1-4 വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിന്റെ ദാസനായ യിരെമ്യാവ്, ഞാൻ പറയുന്ന വാക്യങ്ങൾ വായിച്ചാൽ മതി. യിരെമ്യാവ് ഇസ്രായേൽ ജനത്തോട് ദൂതറിയിച്ചു, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകാൻ പോകുകയാണ്, ബാബിലോൺകാർ വന്ന് നിങ്ങളെ പിടിക്കും, അടിമകളാക്കി കൊണ്ടുപോകാൻ പോകുകയാണ്. ഈ ദൂതറിയിച്ച പ്രവാചകനായ യിരെമ്യാവിനെ അവർ പിടിച്ച് കാവൽപ്പുരമറ്റത്ത് അടിച്ചു, സബ് ജയിലിൽ അടയ്ക്കുന്ന പോലെ അടച്ചു. ദൂത് അവർക്കെതിരായി വന്നതുകൊണ്ട് ഈ ദൈവദാസനെ പിടിച്ചടച്ചു. 5-ാം വാക്യം വായിച്ചു, സ്ലൈഡ് എടുത്ത 5-ാം വാക്യം. യെസ്. നിങ്ങൾ കൽദയരോട് യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് സാധ്യമുണ്ടാകില്ല എന്ന് യഹോവയുടെ അരുളപ്പാടെന്നും നീ പ്രവചിപ്പാൻ എന്തു പറഞ്ഞുവെന്നും യെഹൂദാ രാജാവായ സിദെക്കീയാവ് അവനെ അവിടെ അടച്ചു. കാവൽപ്പുരമുറ്റത്ത് അടച്ചു. കാവൽപ്പുരം അടച്ചിരിക്കുകയാണ്. അങ്ങനെ അടച്ചിരിക്കുമ്പോൾ അടുത്ത ദൂത് കിട്ടാൻ പോകണം, അല്ലെങ്കിൽ വരാം. അപ്പൊ ഈ പ്രവാചകനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടത് കൊണ്ട് ദൂത് നിവർത്തിക്കാതിരിക്കില്ല. സുവിശേഷകനെ നിനക്ക് ബന്ധിക്കാം, സുവിശേഷത്തെ ബന്ധിപ്പാൻ കഴിയില്ല. ദൂതറിയിച്ച പ്രവാചകനെ കാരാഗ്രഹത്തിലിട്ടാലും ദൂത് നൽകിയത് ദൈവമാകിയാൽ അത് നിവർത്തിക്കും. ശക്തിയോട് സ്തോത്രം പറഞ്ഞാണ്. അങ്ങനെ യിരെമ്യാവിനെ കാവൽപ്പുരം എടുത്ത് അടച്ചിരിക്കണം. എനിക്ക് ഇവിടെ വായിക്കണം, 6-ാം വാക്യം മുതൽ വായിച്ചാട്ട്. 6-ാം വാക്യം. യെസ്. മൈക്കി കൂടെ അല്ലേ വായിക്കുന്നത്? സൗണ്ട് അടുത്ത് വെച്ച് വായിക്കാം. എന്റെ അടുക്കൽ വന്നു, ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിൽ എന്റെ നിലം മേടിക്കണമേ, അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പും നിനക്കുള്ളത്, നീ അത് മേടിച്ചു കൊള്ളണമെന്ന് എന്നോട് പറഞ്ഞു. അത് യഹോവയുടെ അരുളപ്പാടെന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ച് വില 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്തു. ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിച്ച ശേഷം. അപ്പൊ ഈ ആധാരം എഴുത്തും മുദ്രവെപ്പും സാക്ഷികളെ വെപ്പും ഒക്കെ അന്നേ തുടങ്ങിയതാണ്. കാവൽപ്പുരമറ്റത്ത് യിരെമ്യാവിനെ അടച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് വീണ്ടും യഹോവയുടെ ഉളപ്പാടുണ്ടായി. ആ ഉളപ്പാട്, നിന്റെ വലിയപ്പനായ ഇളയപ്പനായ ശലൂമിന്റെ മകൻ ഹനമേൽ നിന്റെ അടുക്കൽ വരും, അവന്റെ പിതൃസ്വത്ത് നീ വിലയ്ക്ക് വാങ്ങണം, ആധാരം എഴുതണം, മുദ്ര വെക്കണം. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് എവിടാണ് യിരെമ്യാവ് കിടക്കുന്നത്? കാരാഗ്രഹത്തിൽ. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഹനമേലിന്റെ നിലം നീ വിലയ്ക്ക് വാങ്ങണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു,
യിരെമ്യാവ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഹനമേലിനോട് ആരാ പറഞ്ഞത് യിരെമ്യാവിന് അരുളപ്പാടുണ്ടായെന്ന്? നിന്നോട് ദൂതറിയിച്ച ദൈവം അറിയിക്കേണ്ടവനോടും അറിയിക്കും. ഏലിയാവെ, നിന്നോട് കൽപ്പിച്ച ദൈവം കാക്കയോട് കൽപ്പിക്കും. ദൈവോട് ശക്തിയോട് സ്തോത്രം പറയുന്നു. മോശം പ്രവർത്തിച്ച ദൈവത്തെ കണ്ടു. ഇസ്രായേലിന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഇവിടെ നിലവിളി ഞാൻ കേട്ടു. അവരെ വിടുവിപ്പാനും പാലും തേനും ഒഴുകുന്ന കനാലിലേക്ക് കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. മോശ പറഞ്ഞു, എന്നെ കൊണ്ടുപോയ്യ, ഞാൻ വിക്കല, തടിച്ചു നാവുള്ളവനാ. 3 വട്ടം പറഞ്ഞു എന്നെ കൊണ്ടുപോയ്യ. അപ്പം ദൈവം തമ്പുരാൻ പറഞ്ഞു, നിന്റെ സഹോദരൻ, നാളെ മറ്റൊരു ഞാൻ പറയാം, അവൻ നല്ലവണ്ണം സംസാരിക്കാൻ അറിയാം. നീ അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം, അവൻ നിനക്ക് ദൈവമായി. ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ മോശം ഉൾപ്പറപ്പിൽ നിറങ്ങി, ഹോരേബിൽ നിറങ്ങി ഇസ്രായേലിലേക്ക് വരുമ്പം ആരെതിരേറ്റ് വരുന്നു? അഹരോൻ എതിരേറ്റ് വരുന്നു. നോ ഇമെയിൽ, നോ വാട്സാപ്പ്, നോ മൊബൈൽ. ആരാണ് അഹരോനോട് പറഞ്ഞത്? മോശയോട് കൽപ്പിച്ചവൻ അഹരോനോട് കൽപ്പിക്കും. രാത്രി ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിന്നോട് കൽപ്പിച്ച ദൈവം ചീങ്കണ്ണിയോട് കൽപ്പിക്കും. നിന്നോട് കൽപ്പിച്ച ദൈവം ഫറവോന്റെ പുത്രിയോട് കൽപ്പിക്കും. നിന്നോട് കൽപ്പിച്ച ദൈവം മേലധികാരിയോട് കൽപ്പിക്കും. നിന്നോട് കൽപ്പിച്ച ദൈവം രാഷ്ട്രതലമുറയോട് പ്രാർത്ഥിക്കും. ശക്തി ഉറങ്ങിയ ഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വിശ്വസിച്ചോ? നിന്നോട് പറഞ്ഞ ദൈവം, നിനക്ക് ആലോചന നൽകിയ ദൈവം, നിനക്ക് അരുളപ്പാട് നൽകിയ ദൈവം, നിനക്ക് ദർശനം നൽകിയ ദൈവം ആരോട് പറയുന്നു അവനോട് പറയും. അങ്ങനെ ദൈവത്തിനെ അരുളപ്പാടി പ്രകാരം നിലം വിലയ്ക്ക് വാങ്ങി ആധാരം എഴുതി മുദ്ര വെച്ചു. അത് കഴിഞ്ഞിട്ട് യിരെമ്യാവ് ദൈവത്തോട് ചോദ്യം ചോദിച്ചു. വായിക്കാം, 25 സഹോദരൻ വായിച്ചു. 25 എല്ലാം എഴുതി, ആധാരമൊക്കെ എഴുതി. നമ്മളാണ് നേരെ നിൽക്കും. ആധാരം എല്ലാം എഴുതി മുദ്ര വെച്ച ശേഷം യിരെമ്യാവ് ദൈവത്തോട് ചോദ്യം ചോദിച്ചു. യഹോവയായ കർത്താവേ, വായിച്ചു. നഗരം കൽദയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ ഇത് വിലയ്ക്ക് വാങ്ങി അതിന് സാക്ഷികളെ വെക്കാൻ നീ എന്നോട് കൽപ്പിച്ചല്ലോ. യിരെമ്യാവ് പറയാം, നമ്മുടെ ഭാഷ പറഞ്ഞ നല്ല ചെയ്താ എന്നോട് ചെയ്തേ. ഈ പട്ടണം പാമ്പുവാ, ഈ നഗരം പാമ്പുവാ, ഈ ദേശം പാമ്പുവാ, ഇത് മുഴുവൻ പ്രവാസത്തിലേക്ക് പാമ്പുവാ. ബാബിലോൺകാർ വന്ന് പിടിച്ചോണ്ട് പോകുന്നത് നീ എൻ്റെ വാ കൊണ്ടാണ് ഇത് അരുളി ചെയ്തത്. അതിന് നിമിത്തം എന്നെ ഇവിടെ പിടിച്ച വിട്ടേക്കുന്നേ. എന്നിട്ട് നീ എന്നോട് പറഞ്ഞു, ഇത് വിലയ്ക്ക് വാങ്ങുക, ആധാരം എഴുതുക, മുദ്ര വെക്കുക. നമ്മൾ പാട്ട് പാടാറുണ്ട്. എന്താ പാടുന്നത്? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ അടുത്ത പദം എന്തുവാ? എന്തിനെന്ന് 250 തവണ ചോദിച്ചിട്ടായി പോകുന്നത്. എന്തിനെന്ന് ചോദിക്കില്ല. പിന്നെ പറ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, പിന്നെ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. യിരെമ്യാവ് ചോദിച്ചില്ല, എല്ലാം അനുസരിച്ച് ശേഷം ചോദിച്ചു, തമ്പുരാനെ കർത്താവേ, ഈ പട്ടണം പോകാൻ പോവാ, ഈ രാജ്യം പോകാൻ പോവാ, ഇത് പ്രവാസത്തിൽ പോകാൻ പോവാ, എന്നിട്ട് എൻ്റെ കാശെല്ലാം മുടക്കി നീ എന്തിനാ ഹല്ലേലൂയ ഈ വസ്തു എഴുതിപ്പിച്ച് വായിച്ച സഹോദര വായിച്ച ദൈവം തമ്പുരാൻ എന്താ പറഞ്ഞത്? ഞാൻ അപ്പം ചോദ്യം ചോദിച്ചാൽ ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. ഞാൻ സകല ജനത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത കൈ ഉയർത്തി വെട്ടിമുട്ടുന്നോട് സ്വതന്ത്രം പറഞ്ഞേ. അതിന്റെ അർത്ഥം ഇതാണ്, യിരെമ്യാവേ, കാര്യങ്ങളെ മാറ്റിമറിക്കാൻ എനിക്കധികം സമയം വേണ്ട. ഇതൊരു പക്ഷേ കൽദയുടെ പട്ടണം കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടെന്ന് വരാം, ബാബിലോണിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടെന്ന് വരാം. എന്നാൽ കാലങ്ങൾ കഴിയും മുമ്പ് തിരിച്ചത് നിന്റെ കയ്യിൽ വരും, ഇസ്രായേൽക്കാരുടെ കയ്യിൽ വരും. ഒന്നുകൂടെ പറയാം, കാലങ്ങളെ മാറ്റിമറിക്കാൻ, സംഭവങ്ങളെ മാറ്റിമറിക്കാൻ എനിക്കധികം സമയം വേണ്ട എന്ന് ഹോലിയുടെയുള്ളപ്പോട് ഈ രാത്രി ഹോലിന് ആരാധിക്കുന്ന പരിശുദ്ധ മക്കളോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. അവസ്ഥകളെ
മാറ്റാൻ, കാലങ്ങളെ മാറ്റാൻ, കാലഘട്ടങ്ങളെ മാറ്റാൻ എന്റെ ദൈവത്തിന് അധികം സമയം വേണ്ട. അവൻ കാലങ്ങളെയും കാലഘട്ടങ്ങളെയും മാറ്റുന്ന ദൈവമത്രേ. എന്റെ ദൈവത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും, തകിടമറിക്കാൻ കഴിയും. ശക്തിയോട് ആരാധിച്ചാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാതെ ഈ രാത്രി ഓരോ വാക്കും പുതുതായി കുറിച്ചുകൊള്ളുക. നിന്റെ അവകാശം ഒരുപക്ഷെ ശത്രുവിന്റെ കയ്യിലായിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു, ദൈവം അവയെ മടക്കി വരുത്തും. മടങ്ങി വരില്ലെന്ന് പറഞ്ഞ ചിലത്, തിരികെ കിട്ടില്ലെന്ന് ചിന്തിക്കുന്ന ചിലത്, ഒരിക്കലും തിരികെ വരില്ലെന്ന് കരുതുന്ന ചിലത്, പിശാച് എഴുതി വെച്ചിരിക്കുന്നത് വിട്ടുതരില്ലെന്നും മടങ്ങി വരില്ലെന്നും പറയുന്ന ചിലതിനെ ദൈവം മടക്കി വരുത്തുമെന്ന് ഹോലിയുടെ ഉറപ്പാട്. നിന്റെ തലമുറ മടങ്ങി വരും, നിന്റെ കണ്ണവൻ മടങ്ങി വരും, നിന്റെ അനുഗ്രഹങ്ങൾ മടങ്ങി വരും. തിരികെ കിട്ടില്ലെന്ന് ചിന്തിച്ച ചിലത് എത്തിക്കൊണ്ടുക. നിന്റെ പേരൊന്നും എനിക്കറിയില്ല, ഞങ്ങൾക്ക് പ്രവചിക്കുകയാണ്. തിരികെ ലഭിക്കുന്ന ചിന്തിക്കുന്ന ചിലത്, മടങ്ങി വരുന്ന ചിന്തിക്കുന്ന ചിലത് യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരും. ഒരിക്കലും തിരികെ കീഴിലെന്ന് ചിന്തിക്കുന്നതും ഒരിക്കലും മടങ്ങി വരുമെന്ന് ചിന്തിക്കുന്നതും ദൈവം മടക്കി തരും, തിരികെ വരുത്തും. കാര്യങ്ങളെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് അധിക സമയം വേണ്ട. Your present situation is not your final destination. The best is not to come. ഒന്നുകൂടെ പറയാം. Always remember that your present situation is not your final destination. The best is not to come. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിങ്ങളെ അത്യന്ത ലക്ഷ്യസ്ഥാനമല്ല. ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, ഇനി വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ദൈവദാസന്മാർ പറഞ്ഞോണം, ദൈവമക്കൾ പറഞ്ഞോണം, എൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമേറിയത്, എൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമേറിയത്, എൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. കൈ ഉയർത്തി പറ, കൈ ഉയർത്തി പറ, ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല, ഇനി വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പറ, എൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമേറിയത്, എൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഇനി വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. അത് വെളിപ്പെടും, 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 അത് വെളിപ്പെടും. കാര്യത്തിന്റെ അവസാനം നമുക്കറിഞ്ഞുകൂടാ. കാര്യത്തിന്റെ അവസാനം കർത്താവിനറിയാം. കർത്താവിനറിയാം കാര്യത്തിന്റെ അവസാനം. ഒരു നാടകശാലയിൽ നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകളല്ല. അതിന്റെ നായകൻ അനുഭവിക്കുന്ന പങ്കപ്പാടുകളും കഷ്ടപ്പാടും എല്ലാം കണ്ട് എല്ലാവരും ഇരുന്ന് കരയുക. എന്നാ ഒരു മനുഷ്യനാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാവഭേദവും ഇല്ല. ഓരോരുത്തനായിട്ട് ചുടു, ഇയാൾക്ക് മനസാക്ഷിയില്ലോടൂ. ഈ അനുഭവിക്കുന്നെല്ലാം കണ്ടിട്ട് ഇയാൾ എന്തോടോ അണങ്ങാതിരിക്കുന്നത്. അയാൾ പറഞ്ഞു, ഈ നായകൻ ഇവിടെ ഒന്നും തീരത്തില്ല, നിങ്ങൾ ചിന്തിക്കുന്നവർ ഇവിടെ അവസാനിക്കത്തില്ല, ഇത് ശുഭപര്യാവസാനിയായി തീരും. അത് ഇയാൾക്ക് നിങ്ങളറിയാം. ഞാനായി നാടകം എഴുതിയത്, ഈ നാടകം എഴുതിയത് ഞാനാ. ഇതെവിടെ എത്തുമെന്ന് എനിക്കറിയാം. രാത്രി ഹോളിൽ വന്ന ദൈവത്തിനെ നിന്റെ വേദനകൾ കണ്ടിട്ട്, നിന്റെ കഷ്ടതകൾ കണ്ടിട്ട് ദൈവം മൗനമായിരിക്കും എനിക്ക് തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ഇവിടെ അവസാനിക്കത്തില്ല, നീ ഇവിടെ തീരത്തില്ല. ഇതല്ല നിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഏറ്റവും ശ്രേഷ്ഠതയിൽ വന്നിട്ടില്ല. നിന്റെ ജീവിതത്തിന്റെ കഷ്ടതകൾ കണ്ടിട്ട് നിനക്ക് തോന്നും ദൈവം മൗനമായിരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം ശുഭപരിവാസാനുണ്ട്. ഇവിടെ ഞാൻ അവസാനിക്കില്ല. കൈകടിക്ക വാറോട്ട ശക്തിയോട് ആത്മാവ് കുറിച്ചുകൊണ്ട് വരാം.
ഇതെന്റെ അവസാനമാണെന്ന് പറ. ഇവിടെ ഞാൻ തീരുന്നത് പറ. ഇവിടെ ഞാൻ അവസാനിക്കുന്നത് പറ. ഏറ്റവും ശ്രേഷ്ഠനെ വെളിപ്പെടാൻ പോകുന്നുണ്ടെന്ന് പറ. ഹല്ലേലൂയ. മൂന്ന് കാലഘട്ടങ്ങളിൽ ഒരുപോലെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. മൂന്ന് കാലഘട്ടങ്ങളിൽ ഒരുപോലെ പ്രവചിച്ച പ്രവാചകനാണ് യെരമ്യാവ്. പ്രവാസത്തിന് മുമ്പ്, പ്രവാസകാലം, പ്രവാസത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ തൻ്റെ വാ കൊണ്ട് അരുളി ചെയ്തത് തൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം യെരമ്യാവിന് ഭാഗ്യം കൊടുത്തു. മറ്റാർക്കും ലഭിക്കാത്തതാണ്. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പ്രവചിച്ചു പോകാൻ പോകുന്നത്. പോയപ്പോഴും അദ്ദേഹം പ്രവചിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ജീവനോടുണ്ടായിരുന്നു. ഇസ്രായേൽ മടങ്ങി വന്നപ്പോൾ അത് കണ്ടു. ഒന്നുകൂടെ പറയാം, തൻ്റെ വാ കൊണ്ട് പറഞ്ഞത് തൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം തൻ്റെ അഭിഷേകത്തിന് കൃപ നൽകി. ഓരോ വാക്കും ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു. നിന്റെ വാ കൊണ്ട് പറഞ്ഞ ചിലത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വാറോട് പറ, എന്റെ വാ കൊണ്ട് ഞാൻ പറഞ്ഞത് എന്റെ വാളോട് ഞാൻ പറഞ്ഞത്, എന്റെ കണ്ണുകൊണ്ട് ഞാൻ പറഞ്ഞു. എന്റെ തലമുറയെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് യേശുവിന്റെ നാമത്തിൽ പറ. എന്റെ വാളുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറഞ്ഞത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. എല്ലാവരും കരമടിച്ചോ, മകളെ ശക്തിയോടെ ആരാധിച്ചോ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ എന്റെ വായിന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞത് കാണും. എന്റെ വാക്തത്വ നിവർത്തി എന്റെ കയ്യിൽ ഞാൻ ഏറ്റുവാങ്ങും. അത് അസാധാരണ ശക്തിയുടെ വ്യാപരിക്കുന്നു. അസാധാരണമായ ശക്തിയുടെ വ്യാപരിക്കുന്നു. അസാധാരണമായ ദൈവങ്ങളുടെ വ്യാപരിക്കുന്നു. അസാധാരണമായ വെളിപ്പാട് വെളിപ്പെടുന്നു. നാളുകൾ ഞാൻ TV പ്രഭാഷണം നടത്താറുണ്ടായിരുന്നു. അത് കണ്ടു വിളിക്കുന്ന പലരുണ്ട്. ഒരു ഹൈന്ദവ സഹോദരി ഡോക്ടറാണ് അവർ. ഇവിടെ ഭർത്താവ് എഞ്ചിനീയറാണ്, കുടിയനാണ്, ഹിന്ദുവാണ്. കൂടെ കൂടെ എന്നെ വിളിക്കും. നമുക്ക് വിശ്വാസമുണ്ട് പ്രാർത്ഥനയിൽ. കൂടെ കൂടെ വിളിക്കും പ്രാർത്ഥിക്കാൻ. ഒരു ദിവസം നിരാശയായി, വളരെ നിരാശയുള്ളവളായി എന്നെ വിളിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ പാസ്റ്റർ? ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പാസ്റ്റർ. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കില്ലേ? ഞാൻ പറഞ്ഞു പ്രവർത്തിക്കും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അടുത്ത വാക്ക് അവൾ ചോദിക്കും, നീ എന്നാ ദൈവം പ്രവർത്തിക്കുന്നത്? എൻ്റെ കണ്ണടഞ്ഞ ശേഷമാണോ? പെട്ടെന്ന് പരിശുദ്ധാത്മ ശക്തി എന്മേൽ വന്നു. അവളോട് പറയാൻ കർത്താവ് പറഞ്ഞു, ഞാനാണ് നിന്നോട് വാക്ക് പറഞ്ഞതെങ്കിൽ, ഞാനാണ് നിന്നോട് വാക്ക് പറഞ്ഞതെങ്കിൽ അതിൻ്റെ നിവൃത്തി കാണാതെ നിന്റെ കണ്ണടയാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിന്റെ കണ്ണടയാൻ ഞാൻ സമ്മതിക്കത്തില്ല. തലമുറയ്ക്ക് വേണ്ടി കരയുന്ന മാതാവേ, സഭയ്ക്ക് വേണ്ടി എഴുതി നിൽക്കുന്ന പിതാവേ, ദൈവം നിന്നോട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ? നിന്റെ കണ്ണുകൊണ്ടത് കാണാതെ നിന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കില്ല. ശക്തിയോട് ആരാധിച്ചുകൊണ്ട് പറ, എന്നോട് വാക്കു പറഞ്ഞവൻ സർവശക്തനാണ്. എന്നോട് വാക്കു പറഞ്ഞവൻ സർവശക്തനാണ്. പിശാച് എത്ര നിരാശ കൊണ്ടുവന്നാലും യേശുവിന്റെ നാമത്തിൽ പറ, എന്നോട് വാക്കു പറഞ്ഞവൻ സർവശക്തനാണ്. എന്റെ കൺമുമ്പിൽ അവയെ കാണും. അത് കാണാതെ എന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കില്ല. ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോടൊരു വാക്തത്വം നൽകിയിട്ടുണ്ടെങ്കിൽ, സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. നിന്നോട് ദൈവം ഒരു വാക്തത്വം, പരിശുദ്ധാത്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക, നിന്നോടൊരു വാക്തത്വം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, അനുകൂലമായി നീ ഒന്നും കാണുന്നില്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. വാദമെന്ന് പറ, കരമടിച്ചു പറ, ശക്തിയോട് ആത്മാവിൽ ആനന്ദിച്ചു പറ, സംഭവിക്കുമെന്ന് പറ. അത് സംഭവിക്കുമെന്ന് പറ, അത് സംഭവിക്കുന്ന പറ, അത് സംഭവിക്കുന്ന പറ. ഇപ്പോൾ നീ കാറ്റ് കാണുന്നില്ല, ആകാശത്തിൽ നീ കാറ്റ് കാണുന്നില്ല, വീടാണ് കാണുന്നത്. എന്നാൽ കാറ്റ് കടന്നതിനെ വെളിവാക്കോ. അനുകൂലമായി ഒന്നും കാണുന്നില്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകയാ അത് സംഭവിക്കും. നിന്റെ തലമുറയായിരങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുമെന്ന് നമ്പുരാൻ പറഞ്ഞിട്ടുള്ളൂ. നിന്റെ മേൽ വ്യാപരിക്കും ദൈവശക്തി നിന്റെ സന്തതിയുടെ വായിൽ വിട്ടുമാറില്ലെന്ന്
തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടോ? അത് സംഭവിക്കും, അത് സംഭവിക്കും. നീ അത് കാണും. അത് കാണാതിന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കത്തില്ല. സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ അനുകൂലമല്ലെങ്കിലും ദൈവം വാക്ക് പറഞ്ഞെങ്കിൽ നിന്റെ കണ്ണടയും മുമ്പ് നിന്റെ തലമുറ യേശുവിനെ പ്രസംഗിനെ കാണും. നിന്റെ സന്തതിയുടെ സന്തതികളിൽ വ്യാപരിക്കുന്ന യേശുവിനെ കാണും. ശക്തിയോടാത്മാവിൽ കുറിച്ചോ, പരിശുദ്ധാത്മാവ് നിറവിൽ ആരംഭിച്ചോ. ഇതോ ദൈവം പറഞ്ഞാൽ സംഭവിക്കും. ലോകം മുഴുവൻ സംഭവിക്കില്ലെന്ന് പറഞ്ഞാലും വാക്ക് പറഞ്ഞവൻ സർവശക്തനായ സംഭവിക്കും. കാര്യങ്ങളെ മാറ്റിമറിക്കാൻ ദൈവത്തിന് അധിക സമയം വേണ്ട. എല്ലാവരും ഓർത്തോണം, സെക്കൻഡ് മതി. കഴിഞ്ഞ ദിവസം വല്ല സിംഹാസനം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ അറിയാം. പിന്നെ തലേ ദിവസം വല്ല സിംഹാസനം നിന്ന നെബൂഖദ്നേസർ പിറ്റേ ദിവസം കാളയെ പോലെ പുല്ല് തിന്നു. അവന് മുന്നറിയിപ്പ് കൊടുത്തു, നീ അഹങ്കരിക്കരുത്, നിന്നെ കാളയെ പോലെ ഞാൻ പുല്ല് തെറ്റി. പുള്ളി അത് മറന്നുപോയി. ഇതെന്റെ ധനമഹാത്മ്യത്തിനായും പണിത മഹതിയാമ്പാവിനാണ് അല്ലയോ എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്ഷണത്തിൽ അവൻ മുഖഭാവം മാറി. അവൻ പുല്ല് തിന്നുന്ന കാളയോട് സദസ്സിലായി. രാജാവ് സിംഹാസനത്തിൽ 4 കാലം നിൽക്കാൻ തുടങ്ങി, മുക്രയിടാൻ തുടങ്ങി. കൊട്ടാരത്തിലെ ആ വൈദ്യന്മാർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഈ രോഗത്തിൻ്റെ പേരാണ് ഹൈഗാൻത്രോഫി. കാളയാന്ന് പുള്ളിക്ക് തോന്നുന്നതാണ്. ഇച്ചിരി പുളിയരിയും പിണ്ണാക്കും എല്ലാം കലക്കി കൊടുക്കാൻ പറഞ്ഞു. ക്ഷണത്തിൽ നിറവേറി. തലേ ദിവസം വരെ ജയിലിൽ കിടന്നവൻ പിറ്റേ ദിവസം രാജാവായി പണ്ടയായി യോസഫ്. അതൊരു ചിന്തിച്ചതാണോ? ഇന്നലെ രാത്രി വരെ ജയിലിൽ കിടന്നവൻ ഇന്ന് സിംഹാസനത്തിൽ. ശക്തിയോട് പറഞ്ഞില്ലേ, നിമിഷങ്ങൾ മതി കാര്യങ്ങൾ മാറ്റിമറിക്കാൻ. വിശ്വസിച്ചോ? ഞാനത് വിശ്വസിക്കും. എന്റെ ദൈവത്തിന്റെ കാര്യങ്ങളെ മാറ്റിമറിക്കാൻ സെക്കൻഡുകൾ വേണ്ട. അവന്റെ മകനായ ബെൽഷസ്സർ, അവൻ കൊട്ടാരത്തിൽ ദർബാർ ഹാളിൽ വലിയൊരു വിരുന്നൊരുക്കി. അവന്റെ സംസ്ഥാനത്തെ മന്ത്രിമാരും ദേശാധിപതിമാരും ഉപദേഷ്ടാക്കന്മാരും കൂടാതെ വെപ്പാട്ടികളും എല്ലാം വന്നു. വലിയ വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് തോന്നി, ഇതിലൊന്നും കുടിച്ചാൽ പോരാ, ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രം വിശുദ്ധ കാര്യങ്ങൾ വയ്ക്കുന്നത് അതുകൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. അവന്റെ ചുറ്റും നിന്ന് വെപ്പാട്ടികളും ചിങ്കിടികളും രാജാവേ നീ കുറവില്ലാത്തവൻ, രാജാവേ നീ കുറവില്ലാത്തവൻ, രാജാവേ നീ കുറവില്ലാത്തവൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റുപറ്റാത്തൊരു ത്രാസുമായി ഒരു കരം അവിടെ വെളിപ്പെട്ടു. ബാബിലോണിലെ സെക്യൂരിറ്റി ഒക്കെ നിങ്ങൾക്കറിയാമോ? 7 രഥങ്ങൾ ഒരുമിച്ച് ഓടിക്കാവുന്ന മതിലാണ് ബാബിലോൺ സാമ്രാജ്യറ്റും. ഈച്ച കിടക്കത്തില്ല, ടൈറ്റ് സെക്യൂരിറ്റി. ആ ദർബാർ ഹോളിൽ ഈച്ചയ്ക്ക് കിടക്കാൻ കഴിയും, നമ്മുടെ ഭാഷ പറഞ്ഞാൽ അത്ര സെക്യൂരിറ്റി ഉള്ള ആ ദർബാർ ഹാളിൽ രാജാവേ നീ കുറവില്ലാത്തവൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റുപറ്റാത്തൊരു ത്രാസവുമായി സകല സെക്യൂരിറ്റിയും ഭേദിച്ചുകൊണ്ടൊരു കരം അതിൽ കടന്നു വന്നു. ഒരു ത്രാസുമായി കരം കടന്നു വന്നു. രാജാവേ നീ കുറവില്ലാത്തവൻ പാടിക്കൊണ്ടിരിക്കുന്ന ബെൽഷസ്സറിനെ ആ കരം തൂക്കിയെടുത്ത് ത്രാസിലേക്ക് ഒരൊറ്റയെറിഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ ത്രാസ് അവനെ തൂക്കി. മിനിറ്റുകൾ വേണ്ട, സെക്കൻഡുകൾക്കുള്ളിൽ റിസൾട്ട് ഭിത്തിയിൽ പതിച്ചു. ഞാൻ നിന്നെ തൂക്കി നോക്കി, നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ രാജ്യത്തും മേദ്യർക്കും പേർഷ്യക്കാർക്കുമായി വിഭജിക്കും. മാത്രമല്ല ഈ രാത്രിയിൽ നീ കൊല്ലപ്പെടും. അവന്റെ ശക്തി എന്തുകൊണ്ടാ? അവന്റെ ഏപ്പുകളാടി രാത്രി കലമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയെ സെക്കൻഡുകൾ കൊണ്ട് സിംഹാസനത്തിൽ നിന്ന് വലിച്ചെറിയാൻ ദൈവത്തിന് കഴിയും. ഏത് സിംഹാസനത്തിൽ ഇരുന്നാലും
സെക്കൻഡുകൾ കൊണ്ട് വലിച്ചെറിയാൻ ഒരു ദൈവത്തിന് കഴിയോ? എല്ലാവരും ആരാധിച്ചാണ് മക്കളെ, ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. സെക്കൻഡ് മതി, സെക്കൻഡ് കാര്യങ്ങളെ മാറ്റി മതിക്കാം. ദൈവത്തിന് അധികം നേരം വേണ്ടവങ്ങ് ഈ ആത്മീയലോകത്തിലെ അഹങ്കാരികളായ ബൽസസർമാരും നെബൂഖദ്നേസർമാരും മനസ്സിലായിക്കോണം. ഏത് കൊമ്പത്തെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഇതൊക്കെ ഇന്നൊന്നും തുടങ്ങിയതല്ല. ഞാൻ സ്തോത്രം. സൂപ്രണ്ട് ആയാലും സെക്രട്ടറി ആയാലും അഹങ്കരിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ വലിച്ചെറിയാൻ അധികാരമുള്ള ഒരുവൻ മുകളിലുണ്ട്. ആ രാത്രിയിൽ എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മൂക്കിൽ ശ്വാസം ഉള്ളവനെ വിട്ടൊഴിയുക. അങ്ങനെ ഭയപ്പെടാൻ എന്തുള്ളൂ? ഈ ഭീമോനച്ചനോടെ നിൽക്കുമ്പം ഒരു കര എൻ്റെ ശ്വാസം ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ശ്വാസം, നിങ്ങളുടെ ശ്വാസം ഒരു കരം തട്ട്. യഹോവേ, ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. മനസ്സിലായോ? നീ വാരി വിഴിക്കുന്ന ഗുളികയുടെ ശക്തിയോ നിന്നെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ ഹോസ്പിറ്റലിന്റെ വലിപ്പമോ കൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ പദ്ധതി തീർന്നാൽ നീ പോവും. അടുത്ത വാചകം വരണമെന്നില്ലെന്നേ, അടുത്ത വാക്ക് വിമോചനത്തിന്റെ വരണമെന്നില്ല. അടുത്ത വാക്ക് ദൈവത്തിന്റെ ശ്വാസം ഇങ്ങോട്ട് തട്ടിയില്ലെങ്കിലേ ഞാനിവിടെ പിടിഞ്ഞു വീഴും. ഇവിടെ 250 ഡോക്ടർമാരും 450 നേഴ്സുമാരും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. ഓവേ, ജീവനും കൃപയും എനിക്ക് നൽകി, നിന്റെ കടാക്ഷങ്ങളുടെ ശ്വാസം പരിപാലിക്കുന്നു. അതുകൊണ്ടാണ് ബൽസസറിനോട് പറഞ്ഞത്, തിരുമേനിയുടെ ശ്വാസം കൈവശമുള്ള ദൈവം. കൈയടിച്ച് സ്വപ്നശക്തിയോട് പറഞ്ഞേ, സകല രാജാക്കന്മാരുടെയും ശ്വാസം കൈവശമുള്ളവൻ, സകല പ്രധാനമന്ത്രിമാരുടെയും സകല പ്രസിഡന്റുമാരുടെയും സകല ജില്ലാ കളക്ടർമാരുടെയും സകല അധികാരികളുടെയും ശ്വാസം കൈവശമുള്ളവരെയാണ് സേവിക്കുന്നത്. വിശുദ്ധ ബൈബിൾ മുഴുവൻ ഒത്തിരി വാക്യങ്ങൾ ഇതുവരുണ്ട്. ഞാൻ സകലയിടത്തിന്റെയും പറഞ്ഞിട്ട് ദൈവമായ യഹോവ, എനിക്ക് കഴിയാത്ത അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവം. അതാണ് നമ്മൾ പഠിക്കുന്നത് ഇന്നും നാളെയും. അസാധ്യങ്ങൾ സാധ്യമാക്കും ദൈവം. ഈ വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വെളിപ്പെടുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അസാധ്യങ്ങൾ സാധ്യമാക്കുന്നത്. ഇവിടെ ഇസ്രായേലിന്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ മടങ്ങിവരവിനെ കുറിച്ചാണ്, അവരുടെ മടങ്ങിവരവിനെ കുറിച്ചാണ് എഴുതിയത്. ഞാൻ സർവ്വജലത്തിന്റെയും ദൈവമായ യഹോവ, എനിക്ക് കഴിയാത്ത 126 സങ്കീർത്തനം 1-ാം വാക്യം നമ്മൾ ഫസ്റ്റ് ഡേ വായിച്ചത്. എന്നാലും വായിച്ചോ. 126 യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക, അന്നില്ലാത്തവർക്ക് വേണ്ടി കരയുന്ന ദൈവം ഇതിലേ, പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലേ. ദൈവം ചിലത് നിനക്ക് വേണ്ടി ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമ്പോൾ ഈ സ്വപ്നം കാണുന്നവനെ പോലെ ആയിരിക്കും. ഈ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരിക്കും. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവൻ നിനക്കും നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഞങ്ങൾ സ്വപ്നം അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും, ഞങ്ങളുടെ വായിൽ അർത്ഥമുണ്ടായിരുന്നു. ഹോവാവന് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്ന ജാതിയുടെ മധ്യ പറഞ്ഞു. എന്നിട്ട് ആ സ്വപ്നം കാണാൻ കാര്യം എന്നെ നോക്കുക. എന്താ സ്വപ്നം കാണാൻ കാര്യം? പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് അവരെ ബന്ധിച്ചവർ, പ്രവാസത്തിലാക്കിയവർ ചിന്തിച്ചു. അവരിനി മടങ്ങി വരില്ലെന്ന് അവരുടെ അയൽക്കാർ ചിന്തിച്ചു. അവരിനി തിരികെ വരില്ലെന്ന് അവരും ചിന്തിച്ചു. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയുന്നു, ഓരോ സെന്റൻസും ദൂതാ നിന്നോടുള്ളത്. സംഭവിക്കില്ലെന്ന് നിന്നെ നോക്കി നാട്ടുകാർ പറയുന്നത്
സംഭവിക്കില്ലെന്ന് നിന്റെ തലമുറയെ നോക്കി വീട്ടുകാർ പറയുന്നത്, നിന്റെ വായിൽ നിന്നോടൊപ്പം ഇന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്നവൻ പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. ശക്തിയോടെ കലമടിച്ചു വാങ്ങുന്നു. നിങ്ങൾക്ക് വേണ്ടി നിന്നെ നോക്കി ഒരിക്കലും സംഭവിക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നത്, വീട്ടുകാർ പറയുന്നത്, അയൽക്കാർ പറയുന്നത്, നിന്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നവൻ പോലും ഇല്ല, സാധിക്കത്തില്ല, സംഭവിക്കില്ലെന്ന് പറയുന്നത് ദൈവം സംഭവിപ്പിക്കും. സംഭവിപ്പിക്കും. ഇതുവരെയുള്ള കാര്യം നോക്ക, ദൈവം സംഭവിപ്പിച്ചില്ലേ? മക്കളും ഡോക്ടറാകുന്ന ആരും ചിന്തിച്ചോ? ജർമ്മനി പോകുന്ന ചിന്തിച്ചോ? നിന്റെ ആരംഭം നോക്കിയാൽ വല്ലതും നടക്കുമായിരുന്നു. ഞാനിതൊക്കെ കണ്ടുകൊണ്ട് കൃപയെന്ന് പറയാ. അത്ര ദൈവകുഞ്ഞുങ്ങൾ എന്നോട് പറയുന്ന പാസ്റ്ററെ, സ്വപ്നം കാണുന്നവനെ പോലെ, സ്വപ്നം കാണുന്നവനെ പോലെ നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ സ്വപ്നം കാണുന്ന പോലെ ചില കാര്യങ്ങൾ ദൈവം നിന്റെ കയ്യിൽ കൊണ്ടു തരും. ശക്തിയോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ, ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചേ, വിശ്വാസത്തോടെ ഏറ്റെടുത്തോടെ പറയണ്ട. എന്നെ നോക്കി, എന്റെ തലമുറയെ നോക്കി, എന്റെ സഭയെ നോക്കി, നടക്കില്ല, സംഭവിക്കില്ല, ഉയരില്ല, നടക്കില്ല എന്ന് പറയുന്നത് സംഭവിക്കും. സംഭവിക്കും. നൂറ്റി 26 സങ്കീർത്തനം പ്രവാസിൽ മടങ്ങി വന്ന ഇസ്രായേലിന്റെ പാട്ടാണെങ്കിൽ 134 സങ്കീർത്തനം അല്ലെ 137 സങ്കീർത്തനം പ്രവാസത്തിൽ ഇരിക്കുന്നവന്റെ പാട്ടാ. ഒന്ന് വായിച്ച ഒന്നാം വാക്യം ഒന്ന് വായിച്ചേ. ഭാവേൽ നദിയുടെ തീരത്ത് ഞങ്ങളിരുന്നു, കരഞ്ഞു, പറഞ്ഞു, ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും കുറിച്ച് ഞങ്ങളോട് ചോദിച്ചു. വായിച്ചു. ഞങ്ങളെ ഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത്. കണ്ടോ, അവിടെ നിന്ന് പാടുക, ഞങ്ങളെ ഹോവയുടെ ഗീതം അന്യദേശത്ത്. മനസ്സിലാക്കണം നിങ്ങൾ, അവിടെ ബാബേലിന്റെ ഗീതത്തിൽ ഇരുന്നവരോട് പറഞ്ഞൊരു പാട്ടൊന്ന് പാടാവോ? ഞങ്ങളെങ്ങനെ പാടും അന്യദേശത്ത്. ഈ ബാബേൽ നദീതീരത്തിരുന്നവരോടൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ അവരോട് ഞങ്ങൾക്ക് പാടാൻ പോലും വയ്യ. ഈ നദിയുടെ മറ്റൊരു പേരാണ് ഹിദേക്കൽ, ഖേബാർ നദി, ഊലായി നദി. ബാബേൽ നദിയുടെ പല പേരുകളുണ്ട്, അതിലൊന്നാണ് ഖേബാർ നദി, ഊലായി നദി. ഈ നദിയുടെ തീരത്ത് 2 അഭിഷക്തന്മാരിരുന്നു. ഒന്ന് ഹെസ്കേൽ, മറ്റൊരാൾ ദാനിയേൽ. അവിടെ ഇരുന്നുകൊണ്ട് ദർശനങ്ങൾ കാണാൻ തുടങ്ങി. മനസ്സിലായില്ലേ? പോയി വായിക്കാം. ഹെസ്കേൽ 1:1, ദാനിയേൽ 1:1. ഊലായി നദി തീരത്ത്, ഖേബാർ നദി തീരത്ത്, ബാബേൽ നദി തീരത്തിരുന്ന ഇസ്രായേൽക്കാരോട് പാട്ടുപാടാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പാടാൻ വയ്യ. അതേ നദീതീരത്തിരുന്നു കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് സംഭവിപ്പാൻ പോകുന്നത് 2 അഭിഷക്തന്മാർ ദർശനം കണ്ടു. ഇന്ന് രാത്രി ഞാൻ പറയാം, ഏത് കാലഘട്ടത്തിലും ദൈവത്തിന്റെ സഭയെ അറിയിപ്പാൻ ഒരു അഭിഷക്തന് ദൂതുണ്ടായിരിക്കും. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഒരു ദൈവകുഞ്ഞ് പാടുന്നവനായിരിക്കും. ശക്തിയോടെ ദൈവത്തിനെ ആരാധിച്ചാണ് സ്വന്തം പറഞ്ഞത്. അപ്പം ഞങ്ങൾ പാടുന്നത് എന്തെന്ന് ചോദിച്ചു. അതേ അവർ പറയാണ് യഹോവാസ്. അതുകൊണ്ടാ പറഞ്ഞ സുബോധന മടക്കി വരുന്ന ഇപ്പോൾ ഞങ്ങൾ യശയ്യാപുരത്തിലുണ്ട്, നിങ്ങളെ ബദ്ധരാക്കിയവർ പറയുന്നു നിങ്ങളെ വിട്ടുതരില്ലെന്ന്. യിരെമ്യാ 50:32-34 വാക്യങ്ങൾ നിങ്ങളെ വിട്ടുതരുന്ന് പറയുന്നു. എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ. മറ്റൊരിടത്തുകൊണ്ട് ഞാൻ വടക്കിനോട് തടുത്തു വെക്കണമെന്ന് പറയും.
ഞാൻ കിഴക്കിനോട് തരിക എന്ന് കൽപ്പിക്കും. നിന്നോടുള്ള ദൂത സംഭവിക്കില്ലെന്ന് പിശാച് പറയും, വിട്ടുതല്ലെന്ന് സാത്താൻ പറയും. എന്നാൽ നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും. ഇന്ന് രാവിലെ വരാത്തതെന്ന് ഞാൻ പറയാം, ഒരു ദൈവത്തിന് വേണ്ടി ചിലപ്പോൾ ദൈവം പരോക്ഷമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രത്യക്ഷ ഇടപെടലുകൾ ഉണ്ടാകും. ശക്തിയോട് കരപിടിച്ചു പറ, എനിക്ക് വേണ്ട കുഞ്ഞുങ്ങൾക്കും വേണ്ടി നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പരോക്ഷമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രത്യക്ഷ ഇടപെടൽ. സംഭവിക്കില്ല എന്ന് സംഭവിക്കും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാനൊക്കെ ഇവിടുന്ന് പ്രസംഗിക്കാൻ ഒക്കത്തില്ല. നിങ്ങളെ വാരി വിതറുമെന്ന് പറഞ്ഞ ദൈവം നിങ്ങളെ പെറുക്കിയെടുക്കുമെന്ന് പറഞ്ഞു. പെറുക്കിയെടുത്തുകൊണ്ടിരിക്കുക. സകല ജാതികൾക്കും പരിപൂർണമാത്രമാക്കുമെന്ന് പറഞ്ഞു. ഭാരമുള്ള കല്ലാക്കി വെക്കുമെന്ന് പറഞ്ഞു. തൊടുന്നവൻ കഠിനമായി മുറിവേൽക്കുമെന്ന് പറഞ്ഞു. ഇനി ഒന്നുകൂടെ നിവർത്തിക്കാനുള്ളൂ, ബാക്കിയെല്ലാം നിവർത്തിച്ചു. സകല രാജ്യങ്ങളും അവർക്കെതിരായി വരും. അപ്പോൾ അവർ നിലവിളിക്കും. അപ്പോൾ അവരുടെ യേശുവിന്റെ ദൈവത്തെ പോലൊരു ദൈവമില്ല. നിന്റെ സഹായത്തിന് അവൻ മേഘാടുടനമായി ഇറങ്ങി വരും. ബാക്കിയെല്ലാം റെഡിയായിരിക്കും. ഇനി അധികം സമ്മതിയാതെ അതോട് നടക്കും. കൈയടിച്ച് ശക്തിയോട് സ്വതന്ത്രം പറയട്ടെ. സംഭവിക്കില്ലെന്ന് ചിന്തിച്ചത് അവരുടെ മടങ്ങി വരവ് അത് നടന്നു, സംഭവിച്ചു. 2, ഇസഹാക്കിന്റെ ജനനം സംഭവിക്കില്ലെന്ന് ചിന്തിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ഉൽപ്പത്തി 12:1 ദൈവം തമ്പുരാൻ വിളിച്ചപ്പോൾ പറഞ്ഞ അനേക വാക്കുകളുടെ കണ്ട്, നീ നിന്റെ ആർച്ചക്കാരെയും പ്രഭുപനത്തേക്ക് വിട്ട് പുറപ്പെടണം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്തു. നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. പക്ഷെ ആ വാഗ്ദത്തത്തിന് നിവർത്തി പ്രാപിപ്പാൻ അബ്രഹാം എത്ര വർഷം കാത്തിരുന്നു? 25 വർഷം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. 25 വർഷം കാത്തിരുന്ന് അബ്രഹാമും അടുത്തു. അബ്രഹാം ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് പറയും, എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? മതി കർത്താവ്. 15-ാം തീയതി എന്നെടുത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് സഹോദരൻ ഒന്ന് വായിച്ചേ. 15-ന്റെ 1 പെട്ടെന്ന് വായിക്കാൻ. കർത്താവെ കുറെ നാളായാലും ഇത് പറയാൻ തുടങ്ങിയിട്ട്. കുറെ നാളായില്ലേ ഇത് പറയുന്നത്. നീ എനിക്ക് എന്ത് തരും? വായിച്ചേ. ഞാൻ മക്കളുമല്ലാത്തവനായി നടക്കുന്നു, എന്റെ അവകാശി അത്ര അടുത്തെന്ന് പറഞ്ഞു. തമ്പുരാനുമായിട്ട് ഈ രാത്രി എന്തോ പരിപാടി, ഇതൊക്കെ വേറെ ലെവലാണ്. സന്ധ്യാകുമ്പോ എല്ലാം വിളക്ക് അടഞ്ഞു കഴിഞ്ഞു. ഒരുത്തൻ കാത്തിരിക്കും. ആർക്ക് വേണ്ടി? യഹോവയാം യാഗിന് വേണ്ടി. എല്ലാ ലൈറ്റും അണഞ്ഞു കഴിയുമ്പോൾ അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് വരും. അബ്രഹാമേന്ന് വിളിക്കും. അവൻ കാത്തിരിക്കും. അതാ അബ്രഹാമേന്ന് വിളിച്ചതിന് ഐ ആം ഹിയർ. അടിയനിതാ. ദൈവശബ്ദം കേൾക്കുമ്പം നീ ഉണ്ടോ അവിടെ? അടിയനിതാ. അവന് തിരിച്ചറിയാൻ കഴിയും ആ ശബ്ദം. അവൻ കാത്തിരിക്കും. പുള്ളി ഇറങ്ങി ചെല്ലും. രണ്ടുപേരോട് നടക്കും. അവരതിനോട് പറഞ്ഞ്, എത്ര നാളായപ്പോൾ എന്നെ കളിപ്പിക്കുക, എനിക്ക് വേണ്ട. എലയാസറിന്റെ മുമ്പാകെ വായിച്ച് ജീവിച്ചിട്ട് മതി. അടുത്തത് അവിടെ കൊണ്ട് അത് ഒരു കൂടാരത്തിലുള്ള സംഭാഷണമായിരുന്നു. ഇനിയും ഞാൻ പറയാം, സമയമില്ലാത്തത്. ദൈവം തമ്പുരാൻ അബ്രഹാമിനെ കൈക്ക് പിടിച്ച് എവിടെ കൊണ്ടുവന്നു? കൂടാരത്തിന് പുറത്ത് കൊണ്ടുവന്നു. ഒരു തെളിവുള്ള രാത്രി, ആകാശത്ത് എണ്ണമറ്റ നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന രാത്രി. അബ്രഹാമിനെ ഇങ്ങോട്ട് നോക്കി, എല്ലാവരും എൻ്റെ മുഖത്തോട്ട് നോക്കി. പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആകാശത്തേക്ക് നോക്കൂ കൊച്ചനെ, എന്നിട്ട് ഈ നക്ഷത്രങ്ങളെ എണ്ണാൻ പറഞ്ഞു. ഞാൻ ചിലപ്പോഴും പറയും, ദൈവവാഗ്ദത്തത്തെ സംശയിക്കുന്നവനെ കൊണ്ട് ദൈവം നക്ഷത്രം എണ്ണിക്കും. എണ്ണാന്ന് പറഞ്ഞു. എണ്ണാൻ തുടങ്ങി.
1, 2, 3, 4 എണ്ണി വരുമ്പോഴത്തേനും മറ്റേയും ആയിക്കൊടുക്കും. എണ്ണാൻ കഴിയില്ല. നക്ഷത്രം എണ്ണാൻ കഴിയുമോ? ഇല്ല. ആകാശഗംഗ എത്ര നക്ഷത്രം ഉണ്ടെന്ന് ഇതുവരെ ശാസ്ത്രത്തിന് പോലും അറിയില്ല. നിങ്ങൾക്കറിയാമോ? തമ്പുരാൻ നക്ഷത്രത്തെ എണ്ണിച്ചതിൻ്റെ അർത്ഥം അറിയാമോ? ആകാശത്ത് എത്ര നക്ഷത്രം ഉണ്ടെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം എന്നൊക്കെ യാത്ര ചെയ്തൊരു കാണും. യാത്ര ചെയ്തിട്ടുള്ള ഞാൻ പോലും ഭൂമിയുടെ ഒരു കോണ് കണ്ടിട്ടില്ല. ഭൂമി എത്ര വലുതാണെന്നറിയാമോ? ഈ ഭൂമിയെ പോലെയുള്ള, ഇങ്ങോട്ട് നോക്കിയിരുന്ന മക്കളെല്ലാം കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് മനസ്സിലാവും. ഈ ഭൂമിയെ പോലെയുള്ള 13 ലക്ഷം ഭൂമിമാർ ഒരു സൂര്യനെ കൊള്ളു. ഇപ്പം സൂര്യൻ എത്ര വലുതാണ്? അമ്മച്ചിമാർ കൊട്ടയ്ക്കകത്ത് പപ്പടം പൊള്ളിച്ചിടുന്ന പോലെ 13 ലക്ഷം ഭൂമിമാർ ഒരു സൂര്യകോളത്തിൽ കൊള്ളു. 13 ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യനെ പോലെയുള്ള 3 ലക്ഷം സൂര്യന്മാർ ഒരു നക്ഷത്രത്തിൽ കൊള്ളും. ഇന്നലെ ഞാൻ ദൂരം പറഞ്ഞു കേട്ടില്ലേ? ഈ പൊട്ടുപോലെ കാണുന്നൊരു സാധനമില്ലേ നക്ഷത്രം, അതിനകത്ത് 13 ലക്ഷം, ഇത് വല്ലതും കറക്റ്റാണോ എന്ന് അറിയാൻ ചുമ്മാ ഒന്ന് അടിച്ചു നോക്കി ചോദിച്ചില്ല. 13 ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യനെ പോലെയുള്ള 3 ലക്ഷം സൂര്യന്മാർ എവിടെ കൊള്ളും? ഒരു നക്ഷത്രത്തിൽ. അത്തരം 10,000 കോടി നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ഒരു ഗാലക്സി, മിൽക്കി വേ, നമ്മുടെ ഗാലക്സി. അങ്ങനെ കോടാനുകൂടി ഗാലക്സി. കുറച്ചുകൂടെ മനസ്സിലാക്കിയാൽ പറഞ്ഞു തരാം. നമ്മുടെ കടൽ തീരത്ത് എന്തും മാത്രം മണൽത്തരിയുണ്ടോ അത്രയും നക്ഷത്രങ്ങൾ ആകാശഗംഗയിലുണ്ട്. ഇവയ്ക്ക് റൂട്ട് നിശ്ചയിച്ച ദൈവം. ഹല്ലേലൂയ. ഇവയെ ഇവയ്ക്ക് പേരിട്ട ദൈവം. അവന്റെ ശക്തിയുടെ ഘനമാഹാത്മ്യത്താൽ അവൻ ഒന്നിനും കുറഞ്ഞു പോകുന്നില്ല. ഈ ദൈവത്തെ അപ്പച്ചാൻ എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയവനാണ് ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നത്. മനസ്സിലായോ? ഞാൻ നിനക്കറിയാമോ നീ സേവിക്കുന്ന ദൈവമാരെന്ന്? അവന്റെ ശക്തി എത്ര വലുതാന്ന് നിനക്കറിയാമോ? 13 ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യൻ, അത്തരം 3 ലക്ഷം സൂര്യന്മാരെ ഉൾക്കൊള്ളുന്ന നക്ഷത്രം, കോടാനുകൂടി നക്ഷത്രം, ഇവയ്ക്ക് റൂട്ട് നിശ്ചയിച്ച ദൈവം, ഇവയെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്ന ദൈവം. ഈ ദൈവത്തിന് അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, എടാ ഇതിനെയൊക്കെ നിർമ്മിച്ച് ഇതിനെയൊക്കെ ഓടിക്കുന്ന, ഇതിനെ റൂട്ടി വിടുന്ന എനിക്ക് 100ാമത്തെ വയസ്സിൽ നിനക്കൊരു കൊച്ചിനെ തരുന്നതാണോടാ വലിയ കാര്യം? മക്കളെ മനസ്സിലായോ? ഈ ദൈവത്തിന് സ്വർഗം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ? ഈ ദൈവത്തിന് നരകമുണ്ടാക്കുന്ന വലിയ കാര്യമാണോ? അവനാരാ? ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൽ മേൽ വിരിച്ചവൻ, ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ മോടിയോടുവാനത്തിൽ തൂക്കി. ഞാൻ പ്രസംഗിച്ച് അന്ന് ഇറക്കിയിട്ടല്ലോ അല്ലേ? സൗണ്ട് മാറുന്നു. പ്രസംഗിച്ചോണ്ടിരിക്കുന്ന അതായത് ഇട്ടാണ് കൈയടിച്ചേ. ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൽ വിരിച്ചവൻ, ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ മോടിയോടുവാനത്തിൽ തൂക്കിയവൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്തുതിയുന്നു അവനെ, താനുണ്ടാകണല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധി ചലമല്ലേ പ്രമോദമുണ്ടല്ലോ, താനുണ്ടാകണല്ലോ കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധി പ്രമോദമുണ്ടല്ലോ. ജ്ഞാനത്തോടാകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൽ വിരിച്ചവൻ, ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ മോടിയോടുവാനത്തിൽ തൂക്കിയവൻ. ല്ലോ സ്തുതിയുന്നു അവനെ, താനല്ലോ കൃപ ചെയ്തിടുമല്ലോ, സന്നിധിയിലുണ്ടല്ലോ, താനല്ലോ കൃപ ചെയ്തിടുമല്ലോ, സന്നിധിയിലുണ്ടല്ലോ. ഓ മാനവരിൻ സ്നേഹമായിടുന്നേരം
നല്ലോ വായായുള്ളവേ അവൻ വല്ലാവനല്ലോ സ്തുതിയുന്നു അവനെ കാരണമല്ലോ രൂപതയിലുമല്ലോ സന്നിധിയിലും നല്ലോ കാരണമല്ലോ രൂപതയിലുമല്ലോ നേരിട്ട് നല്ല വ്യാകുലങ്ങളും തീരുമേ തന്നെ സന്നിധാനത്തിൽ നമ്മുടെ സനിൽ മാറാത്ത ഒരു വേദനയുമില്ല. ശക്തിയോടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞു, നക്ഷത്രങ്ങളെ എണ്ണ, ഇതിനെ സൃഷ്ടിച്ച് പാലിക്കുന്ന സർവശക്തനാണ് ഞാൻ, എനിക്ക് അസാധ്യമല്ല. ഉണ്ടോ കുഞ്ഞെ? ഭ്രാന്തന് പറഞ്ഞ ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. വീണ്ടും 17-ാം അധ്യായത്തിൽ ദൈവമായി അവർ സംസാരിക്കുന്നു. നേരമില്ലാത്തവ ഞാൻ വായിക്കുന്നില്ല. 18-ാം അധ്യായത്തിൽ 3 പുരുഷന്മാരവിടെ ചെല്ലുന്നു. അവർ സോദോമിലേക്കുള്ള യാത്രയിൽ അവിടെ ചെന്നതാണ്. അബ്രഹാം അവരെ സൽക്കരിച്ചു. പോകാൻ നേരം അവർ പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയത്ത് ഞങ്ങൾ വരും, അപ്പോൾ നിനക്കൊരു മകനുണ്ടാകും. ഇത് കേട്ടപ്പോൾ സാറ കൂടാരത്തിനകത്ത് നിന്ന് ചിരിച്ചു. അതായത് പുറത്തു നിന്നല്ല, അകത്ത് നിന്ന് ചിരിച്ചു. പുറത്തു നിന്നവൻ ആ ചിരി കേട്ടു, ആ ചിരി കണ്ടു. പൊട്ടിച്ചിരിച്ചില്ല, അട്ടഹസിച്ചില്ല, ഉള്ളിൽ ചിരിച്ചു. ഉള്ളിലെ ചിരി പുറത്തു നിന്നവൻ കേട്ടു. ഞാൻ ആയിരങ്ങളോട് പറഞ്ഞിട്ടുള്ളതിനോട് പറയാം, ദൈവവേദനയെ ആരും കാണാതെ നീ തുടച്ച കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്. നിന്റെ ബെഡ്റൂമിൽ നീ തുടച്ചത്, കിച്ചണിൽ വെച്ച് നീ തുടച്ചു കളഞ്ഞത്, അപ്പൻ കാണാതെ, അമ്മ കാണാതെ, ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ നീ തുടച്ച കണ്ണുനീരുകൾ അവന്റെ തുരുത്തിയിലുണ്ട്. നീ രഹസ്യമായി കരഞ്ഞതിന് അവൻ പരസ്യമായി ഉത്തരം തന്നെ ദൈവമാണ്. ആരോടും പറയാതെ, ആരും കാണാതെ നീ കരഞ്ഞതിന്, നീ കരഞ്ഞത് പലരും കണ്ടു കാണില്ല. പക്ഷെ നിന്റെ കണ്ണുനീരിന്റെ മറുപടി പലരും കാണും. കർത്താവിനോട് സംസാരിക്കുന്നത് വിശ്വസിക്കുന്നവർ മാത്രം കൈ ഉയർത്തിയ ഒരു സ്വന്തം. സാറാ ചിരിച്ചത് എന്താ? ഞാൻ ചിരിച്ചില്ല. നീ ചിരിച്ചു, നീ ചിരിച്ചു. ജീവിതത്തിൻ്റെ ഉള്ളറകളിലെ ഗൽഗതങ്ങളൊന്നും ആരും കാണില്ല. പക്ഷേ നീ ഇരുട്ടത്തെഴുന്നേറ്റിരുന്ന് കരഞ്ഞതും വണ്ടി ഓടിച്ചോട്ട് പോകും. ഞാൻ ചിലർക്ക് ബാസൊക്കെ എഴുതി തന്നു. ഞാൻ പ്രവചിക്കൊന്നുമില്ല, തലേ കൈവെക്കുന്നില്ലെന്ന് പ്രവചിക്കുക. എൻ്റെ വചന സൂക്ഷിക്കും ദൈവം എനിക്ക് ഇങ്ങനെ തന്നിരിക്കുന്ന പ്രവചനം. നീ തന്നെ ഇരുന്ന് ഏങ്ങരടിച്ചതും കരച്ചിലടക്കാൻ വയ്യാതെ പാടുപെട്ടി. ഇവിടെ ആർക്കും അറിയില്ല കുഞ്ഞെ, ഒക്കെ കണ്ടുവരുവൻ സ്വർഗത്തിലുണ്ട്. ആരോടും പറയാതെ നീ വീഴുന്ന പല കാര്യങ്ങൾക്ക് മറുപടി തരും. അത് പരസ്യമായിട്ടില്ല. 21-ാം അധ്യായം 1-ാം വാക്യം. സമയം പോകുന്നു. 21. അങ്ങനെ യഹോവ താൻ അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് നിവർത്തിച്ചു. അതാ ദൈവം പറഞ്ഞോ വല്ലോ നടന്നിരിക്കുന്നു. ദൈവം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അല്ല, പറഞ്ഞ് മനസ്സിലാകുന്നില്ലേ? ദൈവം നിന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അത് നടന്നിരിക്കും. ഈ ഉഗാണ്ട് നിൽക്കുമെന്ന് പറഞ്ഞെങ്കിൽ സകല വിസയും റദ്ദാക്കപ്പെട്ടാലും ദൈവത്തിന്റെ സമയത്ത് നീ ഇവിടെ നിന്നിരിക്കും. പ്രവാചകരുടെ മുമ്പിൽ പോയിരുന്ന ദൂത് കേട്ടെന്നും പണ്ട് തലക്കിങ്ങനെ കുത്തിയിരുന്ന ഉള്ള ഡയറി കുനു 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 അതെല്ലാം എഴുതി ഇട്ടിട്ട് നടക്കുന്നില്ലെന്ന് പറഞ്ഞ കാര്യമില്ല. ദൈവം പറഞ്ഞതാണേ നടക്കും. അയാളിലൂടെ ആരിലൂടെ ആയാലും ദൈവം പറഞ്ഞതാണെങ്കിൽ അത് സാഹചര്യം മുഴുവനെതിരായ ആ സമയത്ത് ആ നിവർത്തി ഉണ്ടാകും.
അയച്ച 5-ാം വാക്യം വായിച്ചേ, 5-ാം വാക്യം വായിച്ചേ, അത് വലിയ പ്രധാനം. ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ ഇസാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സ്. അബ്രഹാമിന് 100 വയസ്സും. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി. കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറാ പറഞ്ഞു. അടുത്തത് സാറാ മക്കൾക്ക് സാറാ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് പറയുമായിരുന്നു. സാധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞൊരു 10 വർഷമൊക്കെ 10-12 വർഷമൊക്കെ എല്ലാവരും പറയും സാരമില്ല, ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. കുറച്ച് കഴിയും പറഞ്ഞവരെല്ലാം നിർത്തും. ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞവരൊക്കെ നിർത്തും. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വാഗ്ദത്തം നൽകിയെങ്കിൽ നീ പോലും വിശ്വസിക്കണമെന്നില്ല. ദൈവപ്രവൃത്തി ഇവിടെ പഠിക്കും. യാക്കോടെ മേടി പോവാ പോന്ന് പോക്കി. അടുത്ത ദിവസം അതും സമയമുണ്ടെങ്കിൽ പറയാം. മോനെ ചോദ്യം ചെയ്തു, ചങ്കിനെ കൊണ്ടുവന്ന വല്ലത്. അപ്പൊ കത്തിയുണ്ട് യാഗ വസ്തു. പിന്നെ അബ്രഹാമിന് വേണ്ടി പറഞ്ഞാത്ത ഗോഡ് വിൽ പ്രൊവൈഡ്. മോനെ ദൈവം കരുതും മുട്ട, കുഞ്ഞായ ദൈവം കരുതും. ഒന്നിച്ച് കയറി മേടിച്ചെന്നു, യാഗപീഠം പണിതു. ഇസ്ഹാക്കിനെ കെട്ടി അതിലിട്ടു. ഇസ്ഹാക്ക് ചോദിച്ചില്ല, പപ്പാ നീയല്ലോ എന്നോട് പറഞ്ഞ ദൈവം കരുതുന്നു. എന്തേ ദൈവം കരുതുമെന്ന് പറഞ്ഞിട്ട് അബ്രഹാം കത്തിയെടുത്തു വെട്ടാൻ. ഓങ്ങുന്നിടം വരെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ല. വെട്ടുവന്ന് കണ്ടപ്പോൾ കൈ നീട്ടി പിടിച്ചു. അതുവരെ അബ്രഹാമിനായിരുന്നു ധൃതി, എന്നാൽ ഇപ്പോൾ ദൈവത്തിനായി ധൃതി. ഇനി സെക്കൻഡ് താമസിച്ചാൽ വിട്ടുവീഴും. ദൈവത്തിന്റെ കരം ഞെട്ടിപ്പിക്കുന്ന വിളി, അബ്രഹാമേ വാലന്റെ മേൽ കൈ വെക്കരുത്. അതേ കരം തടുത്തു. ഇതുവരെ അബ്രഹാമിന് ധൃതി എങ്ങനെയും മോടിയായിലെത്തണം, യാഗം കഴിക്കണം. പക്ഷെ ഇപ്പോൾ ദൈവത്തിനായി ധൃതി. ദൈവത്തെ ധൃതി പിടിപ്പിക്കുന്ന വിശ്വാസമുള്ളവനായി നീ മാറും. നിന്റെ കാര്യത്തിൽ ദൈവത്തിന് ധൃതി വരണം. നീ നിലപാട് വീഴണം, കരയണം. വാർത്തകൾ ദൈവത്തെ എവിടെയെന്ന് ചോദിക്കണം. ദൈവത്തിനുള്ളിൽ കാര്യം അസാധ്യമല്ലല്ലോ. ദൈവത്തിനുള്ളിൽ കാര്യം സാധ്യമല്ലല്ലോ. നീ അസാധ്യമെന്ന് ചിന്തിക്കുന്നവൻ സാധ്യമാക്കി തരും. ഒരിക്കലും നടക്കില്ലെന്ന് ചിന്തിക്കുന്ന ചില ദൈവം നടത്തി തരും. നമുക്കെല്ലാവർക്കും ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സമീപത്തിൽ എല്ലാവർക്കും എഴുന്നേറ്റുന്നുണ്ട്. സംഭവിക്കില്ല. നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി, നിന്റെ സഭയെ നോക്കി പറയും, ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. ഞാൻ സകല ജഗത്തിന്റെയും ദൈവമായി പോവുകയാകുന്നു. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒരു സാധ്യതയുമില്ലെങ്കിലും മിണ്ടാതെ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുക. മാനുഷികമായ ഒരു സാധ്യതയും കാണുന്നില്ലെങ്കിൽ എല്ലാം അസാധ്യമെന്ന് വിധി വരുമ്പോൾ ദൈവത്തിന്റെ കരം വിളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിന് പ്രേരണ നൽകുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ തിങ്ങുന്ന, വേദനപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, ദീർഘകാലമായി പ്രാർത്ഥിച്ച് മടുത്ത, ക്ഷമിച്ച വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കും. ഏതോട് ദൈവമാണ് പറയാൻ പറഞ്ഞതെങ്കിൽ ദൈവം ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ മാത്രം കൈ ഉയർത്തിപ്പിടിച്ചാട്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചാട്ട്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രിയുടെ ദൈവശക്തി ആവരിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ വേദനകൾ കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ വേദനകൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കർത്താവേ, നിന്റെ കരവരെ വേണ്ടി വെക്കണമേ. നിന്റെ ശക്തിയോടെ വേണ്ടി വ്യാപരിപ്പിക്കണമേ. നിർജീവത്തകളെ മാറ്റണമേ. നിർജീവത്തകളെ മാറ്റണമേ. തലമുറകളുടെ മേൽ വാദിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ ഞാൻ കൽപ്പിക്കുന്നു. സന്തതികളെ, തലമുറകളെ ലഭിക്കട്ടെ. തലമുറകളെ ലഭിക്കട്ടെ. സന്താനങ്ങളെ ലഭിക്കട്ടെ. നമ്മുടെ സന്തതികൾ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. നമ്മുടെ തലമുറകൾ ദൈവത്താൽ ഉയർത്തപ്പെടട്ടെ. നമ്മുടെ കർമ്മത്തിൽ വാക്തത്വം നിവർത്തി കാണട്ടെ.
നിങ്ങളുടെ സന്താനത്തിന്റെ ഇന്നലെ ആത്മാവ് പകരപ്പെടേണ്ട കർത്താവേ. നിന്റെ മക്കൾ എന്തിനൊക്കെ ഞരങ്ങുന്നുണ്ടോ അതിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി കാണട്ടെ. ഞങ്ങളുടെ വാ കൊണ്ട് പറഞ്ഞ ചിലത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ ദൈവ കൃപ തരാൻ പോകുകയാണ്. സ്തോത്രം. ഈ രാത്രി നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും കർത്താവേ. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവം, അതിശയങ്ങളുടെ ദൈവം, വീര്യ പ്രവൃത്തിയുടെ ദൈവം ഇന്ന് രാത്രി ഞങ്ങൾക്ക് മുന്നിൽ ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ. ചില കരങ്ങളെ തൊടുന്നുണ്ടല്ലോ കർത്താവേ. ചില ഹൃദയങ്ങളെ സ്പർശിക്കുന്നുണ്ടല്ലോ. ചില വേദനകളെ എടുത്തു മാറ്റുന്നല്ലോ. ചില കണ്ണുനീരെ തുടയ്ക്കുന്നുണ്ടോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു. ചില വേദനകൾ കർത്താവ് എടുത്തു മാറ്റുന്നു. ചില കണ്ണുനീരിൽ കർത്താവ് തുടയ്ക്കുന്നു. ചില നിർജീവന്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറ്റിപ്പോകുന്നു. ശാപത്തിന്റെ കെട്ടുകളിൽ രാത്രി അഴിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശാപങ്ങൾ അന്യതമായി മാറുന്നത് അത്ഭുതങ്ങൾ നടക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവർത്തനങ്ങളുണ്ട്. ദൈവശക്തിയായിരിക്കട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. നാളുകളായി വിട്ടുമാറാത്ത രോഗങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്ന കർത്താവേ. വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവേ. കരയുന്ന അമ്മച്ചിമാരുടെ കണ്ണതിന്റെ മറുപടി വെളിപ്പെടട്ടെ. പിതാക്കന്മാരുടെ കണ്ണ് വെളിപ്പെടപ്പെടട്ടെ. ഈ സഭയ്ക്ക് വേണ്ടി കരയുന്ന ദൈവമക്കളുടെ കണ്ണതിന്റെ മറുപടി ഈ ദിവസങ്ങളിൽ സഭയും വെളിപ്പെടട്ടെ. എത്ര പേര് കരമടിച്ചാൽ ശക്തിയോടെ